നമസ്കാരം. ഇനി വരുന്ന 3 ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. കാരണം ഈ നക്ഷത്രക്കാർക്ക് ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. അതിന് പ്രത്യേകിച്ചും ഒരു കാരണവുമുണ്ട്. ചന്ദ്രൻ സൂര്യന്റെ രാശിയായ ചിങ്ങത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചിങ്ങത്തിൽ ചന്ദ്രൻ പ്രവേശിച്ചിരിക്കുന്നതിനാൽ തന്നെ സൂര്യചന്ദ്രന്മാരുടെ കടാക്ഷം ഈ രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരും. തന്മൂലം ചില സൗഭാഗ്യങ്ങൾ പ്രധാനമായും ഇവരെ തേടിയെത്തും. അതിന് കാരണമാകുന്നത് കാര്യസിദ്ധി യോഗവും സൗഭാഗ്യലക്ഷ്മി യോഗവുമാകുന്നു. അതിനാൽ ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കും എന്നും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ ഉള്ളവരാണ് എങ്കിൽ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. ഈ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക. പ്രധാനമായും നിരവധിയാർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കാര്യസിദ്ധി യോഗം വന്നു ചേരും. കൂടാതെ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അല്ലെങ്കിൽ ആരംഭിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഗംഭീരമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ് പരമായ നേട്ടങ്ങൾ, തൊഴിൽപരമായ ഉയർച്ചകൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചെയ്യുന്നതായ ജോലികൾ ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പല മത്സര പരീക്ഷകളിലും ജോലിയിലും ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയായുള്ള ഫലമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. വായ്പകൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വായ്പയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില തടസ്സങ്ങൾ ഒഴിഞ്ഞു പോവുകയും വായ്പ ലഭ്യമാവുകയും ചെയ്യാം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ടും ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം. വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് അനുസരിച്ച് ഫലം ലഭിക്കാം. അത്തരം ഫലം ലഭിക്കാത്തതിനാൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ കല, കായിക മേഖലകളിൽ വിജയങ്ങൾ നേടുവാൻ, പ്രശസ്തി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേരുക. പ്രധാനമായും നേരിട്ടിരിക്കുന്നതായ ധനപരമായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട ഫലം നൽകും എന്ന കാര്യവും ഓർക്കുക. ഇടവം രാശിക്കാർക്ക് അവർ പ്രവർത്തിക്കുന്നതായ മേഖലകളിൽ അത് തടസ്സങ്ങളാലോ ദുരിതങ്ങളാലോ പ്രയാസം അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും മാറ്റങ്ങൾ വന്നു ചേരാം. ഇത്തരം മേഖലകളുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായ സാഹചര്യം വന്നു ചേരും. സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. കല, കായിക മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ, പ്രശസ്തി തേടിയെത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തികപരമായ ലാഭം, സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ വരിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. കൂടാതെ ഈ സമയം മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടതായി വരാം. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ശുഭം. അല്ലെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് തിരിച്ചടിയായി തീരാം. മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. അത് ഭാവിയിലാണ് എങ്കിലും നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന കാര്യം ഓർക്കുക. വിദ്യയിൽ ശോഭിക്കുവാനും വിദ്യയിൽ നേരിടുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും.
കൂടാതെ ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ, സമ്മാനങ്ങൾ തേടിയെത്താനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായി നേരിടുന്നതായ ചില പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക ദുരിതങ്ങളാകാം, കൈകളിൽ ധനം നിൽക്കാത്തതായ സാഹചര്യമാകാം. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി ലഭിക്കുകയോ ജോലി മാറുകയോ അല്ലെങ്കിൽ നിലവിലെ ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം എടുത്തു ചാടാതെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായ സമയം കൂടിയാകുന്നു. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്നവർക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ രാശിക്കാർക്ക് സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യുകയും പൂർണ്ണ പിന്തുണ തന്നെ പങ്കാളിയിൽ നിന്നും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ബിസിനസ് ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. കുടുംബത്തിൽ സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം. ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായ രീതിയിൽ തന്നെ കഴിവുകൾ പ്രകടിപ്പിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയിൽ ശോഭിക്കാനുള്ള സാഹചര്യമാണ് വന്നു ചേരുക. ശമ്പള വർധനവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വിദ്യയിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നോക്കുന്നവരാണ് എങ്കിൽ ചില തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ തടസ്സങ്ങൾ വന്നു എന്ന് കരുതി വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല. നിങ്ങൾ അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ വിശദമായി തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ സമയം വിദേശവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ അനുകൂലമാക്കി എടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവരോട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കരുണ കാണിക്കുവാൻ സഹായങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത് നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കും എന്ന കാര്യം ഓർക്കുക. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ചില നേട്ടങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ സഹായങ്ങളോ പിന്തുണയോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ആഗ്രഹിച്ച പങ്കാളിയെ തന്നെ വിവാഹം കഴിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. താൽക്കാലികമായി കടം വീട്ടുക അല്ലെങ്കിൽ സമയം നീട്ടി കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ഈ രാശിക്കാർ, ഈ നക്ഷത്രക്കാർ തീർച്ചയായും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു.